അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ലോകം ഒരു നാൾ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നാം കാണുന്ന ഈ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും മനുഷ്യരും ജിന്നുകളും എല്ലാം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന മഹത്തായ ദിവസമാണ് ഖിയാമത്ത് നാൾ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും അതേസമയം ഏറ്റവും നീതിപൂർണവുമായ ദിവസമെന്ന് പറയാവുന്ന ആ ദിവസത്തെക്കുറിച്ച് ഖുർആനും ഹദീസുകളും വളരെ വ്യക്തമായി സംസാരിക്കുന്നു. എന്നാൽ ഖിയാമത്ത് നാൾ പെട്ടെന്ന് സംഭവിക്കുകയല്ല. അതിനു മുമ്പായി ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും കാണുമ്പോൾ പലർക്കും ഒരു ചോദ്യം മനസ്സിൽ ഉയരാറുണ്ട്: നാം ഖിയാമത്തിനോട് അടുത്തു കൊണ്ടിരിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളിൽ ചിലത് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഖിയാമത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഈ ലോകം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും ഈ അടയാളങ്ങൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പൊതുവായി രണ്ട് വിഭാഗങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു: ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. ചെറിയ അടയാളങ്ങളിൽ പലതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചവയാണ്. ചിലത് സംഭവിച്ചു കഴിഞ്ഞു, ചിലത് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ അടയാളങ്ങൾ ഖിയാമത്തിന് വളരെ അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുക. എല്ലാ അടയാളങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ വരവ് തന്നെ. കാരണം അദ്ദേഹമാണ് അവസാന പ്രവാചകൻ. അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല. ലോകാവസാനത്തിന് മുമ്പുള്ള അവസാന ദൈവദൂതനായിട്ടാണ് അള്ളാഹു അദ്ദേഹത്തെ അയച്ചത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നു. കാലം കടന്നു പോകുമ്പോൾ മനുഷ്യർ ദീനിൽ നിന്ന് അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകത്തെ നോക്കുമ്പോൾ ഈ വാക്കുകളുടെ സത്യാവസ്ഥ നമ്മൾ കാണുന്നു. മതത്തെക്കാൾ ധനത്തിനും പ്രശസ്തിക്കും പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ് നാം ജീവിക്കുന്നത്. പലർക്കും അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല. ലോക ജീവിതത്തിന്റെ തിളക്കവും ആകർഷണവുമാണ് മനുഷ്യനെ പിടിച്ചുകെട്ടുന്നത്. ഒരു കാലം വരും, വിശ്വാസി നിലനിർത്തുക തന്നെ വളരെ പ്രയാസകരമാകുമെന്ന് ഹദീസുകളിൽ കാണാം. കയ്യിൽ തീക്കനൽ പിടിക്കുന്നത് പോലെ ആയിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ദീൻ മുറുകെ പിടിക്കുന്നത്. ഇന്ന് പല യുവാക്കളും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എത്രമാത്രം വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിന്റെ സമ്മർദ്ദം, തെറ്റായ ആശയങ്ങൾ, പാപങ്ങളെ സാധാരണമാക്കുന്ന സംസ്കാരം എല്ലാം ഒരു വിശ്വാസിക്ക് വലിയ പരീക്ഷണങ്ങളാണ്. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളമായി അറിവിന്റെ കുറവും അജ്ഞതയുടെ വ്യാപനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഇവിടെ അറിവ് എന്നത് വെറും ലോകീയ വിദ്യാഭ്യാസമല്ല, ദീനിന്റെ യഥാർത്ഥ അറിവാണ്. ഇന്ന് സർവകലാശാലകളും സാങ്കേതിക വിദ്യകളും വളർന്നിട്ടുണ്ടെങ്കിലും പലർക്കും സ്വന്തം മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത അവസ്ഥയുണ്ട്. അറിവുള്ള പണ്ഡിതന്മാർ മരണപ്പെടുകയും അവരുടെ സ്ഥാനം അറിവില്ലാത്തവർ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ സമൂഹം വഴിതെറ്റുമെന്ന് ഹദീസുകളിൽ പറയപ്പെടുന്നു. മറ്റൊരു പ്രധാന അടയാളമാണ് അനീതിയുടെയും അക്രമത്തിന്റെയും വർധനവ്. മനുഷ്യജീവന്റെ വില കുറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളെ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊലയാളിക്ക് പോലും അറിയില്ല. കൊല്ലപ്പെട്ടവന് എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല എന്നർത്ഥമുള്ള ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും
നടക്കുന്ന യുദ്ധങ്ങളും കൂട്ടക്കൊലകളും നിരപരാധികളുടെ മരണങ്ങളും കാണുമ്പോൾ ഈ മുന്നറിയിപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്പത്ത് വർദ്ധിക്കുന്നതും ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഒന്നാണ്. ഒരു കാലത്ത് ആളുകൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് ധനം അതിരു കടന്ന് വർദ്ധിക്കുകയും സക്കാത്ത് നൽകാൻ ആളുകളെ അന്വേഷിച്ചിട്ടും അർഹരായവരെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന അവസ്ഥ വരുമെന്ന് ഹദീസുകളിൽ പറയുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സാമ്പത്തിക വളർച്ചയും സമ്പത്തിന്റെ കുത്തൊഴുക്കും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം അസമത്വവും വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞ മറ്റൊരു കാര്യം ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ആളുകൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ്. ഒരു കാലത്ത് മരുഭൂമിയിൽ ലളിത ജീവിതം നയിച്ചിരുന്ന ജനങ്ങൾ പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടങ്ങൾ പണിയാൻ മത്സരിക്കുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഹദീസ് പലരും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഖിയാമത്തിന് മുമ്പ് വ്യഭിചാരവും അശ്ലീലതയും വ്യാപകമാകുമെന്നും ഹദീസുകളിൽ മുന്നറിയിപ്പ് നൽകുന്നു. പാപങ്ങൾ മറച്ചുവെക്കാതെ പരസ്യമായി ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളും വഴി പാപങ്ങളെ സാധാരണ കാര്യങ്ങളായി അവതരിപ്പിക്കുന്ന അവസ്ഥ ലോകമെമ്പാടും കാണാം. തെറ്റിനെ തെറ്റായി കാണാതെ മറിച്ച് അതിനെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെടുമ്പോൾ അത് ഒരു വിശ്വാസിക്ക് വലിയ മുന്നറിയിപ്പാണ്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ തങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു കാലഘട്ടം ഇന്ന് ലോകമെമ്പാടുമുള്ള ലഹരിയുടെ വ്യാപനം ഈ പ്രവചനത്തെ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുന്ന മക്കളെക്കുറിച്ചും ഹദീസുകളിൽ പരാമർശമുണ്ട്. ഒരു സമൂഹത്തിന്റെ അടിത്തറ കുടുംബമാണ്. എന്നാൽ കുടുംബ ബന്ധങ്ങൾ ദുർബലമാകുകയും മാതാപിതാക്കളുടെ ബഹുമാനം കുറയുകയും ചെയ്യുന്ന അവസ്ഥ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം ചെറിയ അടയാളങ്ങളാണ്. വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോകം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കും. ആ വലിയ അടയാളങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് ദജ്ജാലിന്റെ വരവ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായി ദജ്ജാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവൻ സാധാരണമായ ചില കഴിവുകൾ നൽകപ്പെടും. അനേകം ആളുകളെ അവന്റെ വഞ്ചനയിൽ വീഴും. അതുകൊണ്ടു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൽ നിന്ന് സംരക്ഷണം തേടാൻ നമ്മെ പഠിപ്പിച്ചു. ദജ്ജാലിന്റെ കാലത്ത് ലോകം വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും. അതിനുശേഷം അള്ളാഹുവിന്റെ അനുമതിയോടെ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അദ്ദേഹം ദജ്ജാലിനെ പരാജയപ്പെടുത്തും. ഇത് ഇസ്ലാമിക വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിനുശേഷം യഅജൂജ് മഅജൂജിന്റെ പുറപ്പാടും സംഭവിക്കും. അവർ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ വിതക്കും. മനുഷ്യർ അത്യന്തം പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകും. ഒടുവിൽ അള്ളാഹു തന്നെ അവരെ നശിപ്പിക്കും. പിന്നീട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന മഹത്തായ അടയാളം പ്രത്യക്ഷപ്പെടും. ഇത് സംഭവിച്ചാൽ തൗബയുടെ വാതിൽ അടക്കുമെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കപ്പെടുന്നു. അതിനുശേഷം വിശ്വസിക്കാൻ തുടങ്ങുന്നവരുടെ വിശ്വാസം അവർക്കു പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യർ ജീവനയോടെ അവസരം ഉള്ളപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്. ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേക ജീവി പുറപ്പെടുന്നതും ആകാശത്തിൽ പുകയും വലിയ ഭൂകമ്പങ്ങളും മറ്റ് മഹത്തായ സംഭവങ്ങളും ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഉൾപ്പെടുന്നു. ഒടുവിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം കഹാത്തിൽ ഊതും.
അപ്പോൾ ആകാശവും ഭൂമിയും നടുങ്ങും. മനുഷ്യ ചരിത്രത്തിന്റെ അവസാന അധ്യായം ആരംഭിക്കും. പ്രിയ സഹോദരങ്ങളെ, ഖിയാമത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഭയപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ശരിയാക്കുക എന്നതാണ്. ഖിയാമത്ത് നാളിൽ എപ്പോൾ വേണം സംഭവിക്കാം എന്നത് എപ്പോഴാണ് സംഭവിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ ഖിയാമത്ത് അവന്റെ മരണമാണ്. നമ്മുടെ മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്നു തന്നെ നമസ്കാരത്തിലേക്ക് മടങ്ങാം, ഖുർആനുമായി ബന്ധം ശക്തമാക്കാം, മാതാപിതാക്കളെ ബഹുമാനിക്കാം, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാം, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാം. കാരണം നാളെ അവസരം ലഭിക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ല. അള്ളാഹു നമ്മളെ എല്ലാവരും ഖിയാമത്ത് നാളിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാക്കട്ടെ, ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരണപ്പെടാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.